ഗൈസ്, എൻ്റെ വലിയ ആഗ്രഹങ്ങളിലൊന്നെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലൊരു വലിയ അഗസ്തിപ്പൂ മരം വേണമെന്നുള്ളതാണ്. പക്ഷേ ഇത് ചുവന്ന കളർ അഗസ്തിയാണ്. അപ്പോൾ ചുവപ്പ് കളർ മരങ്ങളാവാറില്ല. അത് ഇത്ര പൊക്കത്തിനൊക്കെ ചെടിയായിട്ട് വന്നിട്ട് പോവേ ഉള്ളൂ. നമുക്ക് ഇവിടെ ഒരു അഗസ്തിപ്പൂ മരം വളർത്തിയെടുക്കണം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ വളർന്ന് നിൽക്കുമ്പോഴത്തേക്കും കണ്ടമാനം പൂ, കണ്ടമാനം തോരൻ വെച്ച് തിന്നാൻ പറ്റുന്ന രീതിക്കുള്ളൊരു മരം. അതാണ് ഞാൻ സ്വപ്നം കാണുന്ന കിനാശ്ശേരി. അപ്പോൾ അതിനായിട്ട് നമുക്ക് എവിടെന്നെങ്കിലും ചെടി ഒപ്പിക്കാം. പക്ഷേ ഇന്ന് ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഹിം മച്ചാൻ നമ്മളെ വിളിച്ചേക്കാണ്. മാഹിം മച്ചാൻ്റെ പോഡ്കാസ്റ്റിൽ ഗസ്റ്റായിട്ട്. അതേ സുഹൃത്തുക്കളെ, ഞാൻ ഒത്തിരി നാളത്തേക്ക് ശേഷം എൻ്റേതല്ലാത്ത ഒരു പോഡ്കാസ്റ്റിൽ ചെന്നിരുന്ന് സംസാരിക്കാൻ പോവുകയാണ്. താങ്ക് യു സോ മച്ച് മാഹിം മച്ചാനെ ഫോർ ദ ഇൻവൈറ്റ്. ഇന്ന് ഞാനും വർഷക്കുട്ടി റെഡിയാണ്. റെഡിയല്ലേ? ഞങ്ങൾ രണ്ടുപേരും ഏകദേശം ഒരുപോലത്തെ കോസ്റ്റ്യൂമൊക്കെ ആയിട്ട് നിൽക്കുകയാണ് ഗൈസ്. അപ്പോൾ പോയി നമ്മുടെ ബാർബിക്യൂ സ്പേസിൻ്റെ അർബൻ സ്പേസ് ഇല്ലേ, അവിടെ വെച്ചിട്ടാണ് പരിപാടി. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. പോയിട്ട് ബാക്കി വിശേഷം. നമ്മൾ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടാണ് മച്ചാൻ പോഡ്കാസ്റ്റ് ഒക്കെ എടുക്കുന്നത്. ബേസിക്കലി മച്ചാനായതുകൊണ്ട് എന്തെങ്കിലും ഏണി എടുത്ത് തലേ വെച്ച് വരുമോ എന്നുള്ള ടെൻഷൻ ഇല്ലാതില്ല ഉണ്ട്. നമുക്ക് നോക്കാം. ഇതിൻ്റെ അകത്താണ് മച്ചാൻ പോഡ്കാസ്റ്റ് എടുക്കുന്നത്. ആദ്യമായിട്ടാണ് ഒരു ഓപ്പൺ പോഡ്കാസ്റ്റ് സ്റ്റുഡിയോ ഞാൻ കാണുന്നത്. എന്താടാ ഇവിടെ? അല്ല, ഞാൻ നേരത്തെ എത്തിക്കഴിഞ്ഞാൽ മച്ചാൻ അത്രയും നേരത്തെ എടുത്തൂടെ? മേക്ക് എ വിഷ്, എല്ലാരും മേക്ക് എ വിഷ്. മേക്ക് എ വിഷ്. ഓക്കെ. ഭാവി കല്യാണം ചെറുക്ക. അതെ, 2 ജില്ലയുടെ ചെറുക്കന്മാരുണ്ടല്ലോ. കൊള്ളാം മച്ചാനെ. അല്ല, അത് ഫാഷനാണത്. ഇതൊക്കെ എന്തിനാ വെച്ചാൽ ഇതൊക്കെ എനിക്ക് അറിഞ്ഞൂടാ. കഴിഞ്ഞ നീ പറഞ്ഞില്ലായിരുന്നു നമ്മൾ അവിടെ വെച്ച് പോഡ്കാസ്റ്റ് ടൈൽസ് കണ്ടിട്ട് ഒരു സാധനം പറഞ്ഞു. ഓ, കക്കൂസ് കണക്കിരിക്കും. അങ്ങനെ നിനക്ക് ആദ്യം തോന്നിയില്ല, പക്ഷെ പറഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ ഇമാജിൻ ചെയ്തു. ഇത്തവണ നമ്മളെ പോഡ്കാസ്റ്റിന്റെ ലൊക്കേഷൻ മാറ്റി 3 കിലോമീറ്റർ മാറ്റിപ്പിടിച്ച് നമ്മള് ഇങ്ങനെയൊക്കെ മാറ്റി. നമ്മള് കുറച്ച് കൊള്ളാം, നന്നായിട്ടുണ്ടോ ചാനെ? ഞാൻ എവിടെയാണ് ഇരിക്കേണ്ടത്? ഇവിടെ. ഓക്കെ, ആണല്ലേ? കൊള്ളാം. വെള്ളേക്കാളും കുറച്ചുകൂടെ ഈ കളറാണ് രസം. ഓക്കെ, ഞങ്ങൾ ഇരുന്നൊക്കെ സെറ്റപ്പായിട്ട് വരട്ടെ. എനിക്ക് വയ്യ. പക്ഷേ നേരത്തെ എന്തോ കാന്താരി എന്നൊക്കെ പറയുന്ന കേട്ടോ. അതൊക്കെ ചുമ്മാ പറഞ്ഞതല്ലേ? അന്ന് ഇത്രയും ബാനു ഉണ്ടായിരുന്നു എനിക്ക് വാക്ക് തരാനായിട്ട്. ഇന്ന് വാക്ക് തരാൻ ആരും ഇല്ല. ഭാര്യയുണ്ട്, അത് എനിക്കല്ലേ വാക്ക് കിട്ടുള്ളൂ. മച്ചാൻ ചെയ്യുന്നത് എന്തിനാണ് ഉറപ്പ്? എനിക്കുണ്ട്. ഇന്നലത്തെ ജലദോഷം. ശരവർഷങ്ങളായ ചോദ്യങ്ങള് കോടതിയിൽ നീ ഇന്നേ വരെ ഇരിക്കാത്ത ഒരുമാതിരി വൃത്തികെട്ട പോഡ്കാസ്റ്റ് ആയിരിക്കും. ഇതുവരെ കണ്ടാടക്കല്ലേ? ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരുമാതിരി നമ്മളെ പോഡ്കാസ്റ്റില് അല്ലേ, നമുക്ക് തന്നെ അറിഞ്ഞു എന്താണ്. മച്ചാന്റെ പോഡ്കാസ്റ്റിന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് അറിയാം? തിന്നാനും കുടിക്കാനും ഒക്കെ ഇഷ്ടംപോലെ സാധനങ്ങൾ കിട്ടും. നമ്മള് നേരത്തെ വന്നു. ഈ കട തുടങ്ങുന്നതിന് ഉച്ചയ്ക്ക് 1 മണി 12 മണിക്കൊക്കെയാണ് ഓണാകുന്നത്. ബംഗാളികൾ പോലും എണീറ്റിട്ടില്ല. പോഡ്കാസ്റ്റ് അവന്മാര് പിണയം കിടക്കാണ്. അവന്മാര് എണീറ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരണം. ഓക്കെ, സെറ്റ്. അപ്പൊ അപ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് പറഞ്ഞു നോക്കിയിരിക്കാം. നമ്മളൊന്ന് തുടങ്ങട്ടെ ഗൈസ്. നമ്മൾ പോഡ്കാസ്റ്റ് എടുക്കാതിരിക്കണം. പക്ഷെ ഞാനും മച്ചാനും തമ്മിൽ വളരെയധികം ദൂരമുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. അതിന് ചിക്കൻ വിങ്സ് വരൂലേ? അതെടുത്ത് എറിഞ്ഞാ പോരെ? മച്ചാനും ബാനുമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കല്യാണ സമയത്ത് ഒരെണ്ണം വന്നിട്ടുണ്ട്. 2 വട്ടം ഇരുന്നിട്ടുണ്ട്. പിന്നെ വേറെ ഒരു വട്ടം എന്തോ ഇരുന്നിട്ടുണ്ടോ? ഇല്ല, 2 വട്ടം. 2 വട്ടം രസമായിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് എന്റെ പാവങ്ങളുടെ നമ്പർ 1 പോഡ്കാസ്റ്റ്. ഓ, അങ്ങനെയാണോ ബ്രാൻഡ് ചെയ്തേക്കണത്? തട്ടിക്കൂട്ട് സെറ്റപ്പിലാണ് പാവങ്ങളുടെ നമ്പർ. ഇപ്പം കഴിഞ്ഞാണ് വേറെ സ്ഥലത്തായിരുന്നു, സ്പേസ് വെച്ചിട്ടായിരുന്നു നമ്മുടെ സ്ഥലം. അതിന്റെ ഇപ്പുറത്ത് വേറെ സ്ഥലത്തായിരുന്നു. താങ്ക് യു സനെ. ഇനി ഞങ്ങൾ പോഡ്കാസ്റ്റ് എടുക്കട്ടെ. അവളൊന്നും തല ഇങ്ങനെ ഇട്ടിട്ട് പോകും. പേടിച്ചിരിക്കുകയാണ്. പാവത്തിനെ പിടിച്ചിരുന്നു. പേടിക്കണ്ടോ?
ഒന്നുമില്ല പേടിക്കണ്ട കേട്ടോ. സെറ്റ്. ഓക്കെ ഗൈസ്, ഞങ്ങൾ തുടങ്ങട്ടെ. ഇത് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ഡിന്നർ കഴിച്ചിറങ്ങിയാണോ നിങ്ങൾക്ക് തോന്നുമെങ്കിലും അല്ല ഗൈസ്, പോഡ്കാസ്റ്റ് കഴിഞ്ഞതാണ്. നമ്മുടെ പോഡ്കാസ്റ്റിൽ പോഡ്കാസ്റ്റ് കഴിഞ്ഞപ്പോ ഞാൻ ഇവർക്ക് കൊടുക്കാണ്. ഇനി വേണ്ട ഈ സാധനം സുന്നത്ത് ചെയ്ത മതി. നീ എപ്പോ വന്നടാ? Always അങ്ങനെയല്ല. ആണല്ലേ, നിന്റെ റാപ്പിഡ് ഫയർ കിട്ടിയില്ലടാ എനിക്ക്. ആടാ, ഞാൻ വീട് പോയി. പക്ഷെ രസം ഉണ്ടായിരുന്നല്ലേ? നീ തന്ന ഒരു അഡ്വൈസ് നീ ഭയങ്കര ചില ഇഷ്ടം. സാധനങ്ങൾ ചില നമ്മൾ കേട്ടിരുന്നു. ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ട് ഇവൻ പറയുന്ന കാര്യങ്ങളൊക്കെ. പിന്നെ ഇവന്റെ സെന്റിമെന്റൽ കാര്യത്തിലൂടെ ഒക്കെ പോയപ്പോ നമുക്കും അറിയാതെ കരയാനും പാടില്ല. പക്ഷെ ആദ്യം ഒന്നും ഇതായിട്ട് പിന്നെ പ്രാങ്ക് അവൻ പിന്നീട് വിളിക്കാൻ പിന്നെ രക്ഷപ്പെടാൻ നോക്കി മനസ്സിലായി സാധനം. പിന്നെ ലാസ്റ്റ് ആയപ്പോ അവൻ തോന്നി. പക്ഷെ ഇത് എന്ന് ഇറങ്ങും? ഇത് ഈ വെള്ളിയാഴ്ച ഇറങ്ങും. എത്ര മണിക്ക്? വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് നമ്മൾ ഇറക്കും. ഓക്കെ. സന്ദീപിനെ പ്രാങ്ക് ചെയ്യുന്നതുകൊണ്ട് കാർത്തിക് സൂര്യ കുറെ ഇമോഷണൽ ഫൺ, പിന്നെ അവന്റെ കുറെ സാധനങ്ങളാണ്. അങ്ങനെ ഒരു റോളർ കോസ്റ്റർ പോഡ്കാസ്റ്റ് ആണ് കണ്ടുവെക്കുക. പിന്നെ വേറെ എന്തോ ഇവന്റെ അടുത്ത് റാപ്പിഡ് ഫയറിൽ ചോദിക്കാൻ വെച്ചാൽ ഇപ്പൊ വേണമെങ്കിൽ ചോദിച്ചോ. അതാണ് ചോദിച്ചോ അങ്ങനെയാണ്. നെയ്മ് ഓക്കെ, ഒറ്റ വാക്കിൽ ഇത്രയും പറഞ്ഞോ. 5 പേരുടെ പേര് ഒറ്റ വാക്ക് പറഞ്ഞു. സനു ബ്രോ, ഷസാം, ശരണ്യ, ഗ്ലാമി ഗംഗ, ഞാൻ. നമ്മുടെ റാപ്പിഡ് ഫയർ നമ്മളൊക്കെ ഇങ്ങനെ വാനാ പോലെ ഇതേപോലെ കഴിക്കണം. അവിടെ നോക്കി വിറക് അടിക്കുന്നു. ഞാൻ ഇന്ന് വൈകിട്ട് അങ്ങനെ ചാർക്കോൾ കത്തിക്കാൻ പറ്റാം. അതെ, നിന്റെ വിങ്സ് ടെക്നിക്ക് അറിയാമോ? ഇവിടെ പിറവ് പോലും എല്ലുവരെ കടിച്ചു നല്ല വൃത്തിയൊക്കെയാണ് മിൻസാ കഴിക്കുന്നത്. ഇങ്ങനെയൊന്നും ആക്കൂല. നല്ല നല്ല ഇത് നല്ല രീതിയിലാണ് ഞങ്ങൾ എന്തെങ്കിലും കഴിക്കട്ടെ ഗൈസ്. പോഡ്കാസ്റ്റ് കഴിഞ്ഞിട്ട് ഫുഡിങ്ങിലേക്ക് കയറി ഗൈസ്. ഇവിടെ ഒരു ഷെസ്വാൻ ഫ്രൈഡ് റൈസ്, ഇത് ബട്ടർ നാനും കാന്താരി ചിക്കനും കൊഞ്ചും. എന്തുണ്ടായത്? ജമൈക്കൻ അൽഫാം. മച്ചാനൊന്നും ഇല്ലേ മച്ചാന്? ഓഹോ, എന്നിട്ട് ഒരു പ്ലേറ്റ് ഷോറ് മൊത്തം. കരീബിയൻ ക്രഞ്ചി. ഓ, നല്ല ടേസ്റ്റ് ഉള്ള ഞാൻ ഷവർമ ഇങ്ങനെ വീഡിയോ എടുത്ത് വരാണ്. വീഡിയോ ഒക്കെ എടുത്ത് കാന്താരി ചിക്ക ഈ ബട്ടർ നാനോ ട്രൈ ചെയ്തൊക്കെ പൊളിക്കും. ടാറ്റ. ബൈ വെച്ചാലേ. സുഖാണ് സുഖാണ് വെച്ചാല്. ബൈ 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 ബൈ. ടാറ്റ വെച്ചാല്. ടാറ്റ ടാറ്റ. ശരി വെച്ചാല്. ബൈ ബൈ. ഓക്കെ, നമുക്കിനി ഇറങ്ങാം. എന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം. ഗൈസ്, നമ്മൾ നേരെ ന്യൂയോർക്ക് ചിക്കനി വന്നു. ഇന്ന് വന്നതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഗൈസ്. ഇന്ന് വരാൻ കാരണം എന്താ ആൻറ്റി ആഗ്രഹം? അതെ. ഓഹോ, നെപ്പോട്ടിസം ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, നന്ദു ഇവിടെ എന്തോ ഒരു ലക്കി ഡ്രോ കോമ്പറ്റീഷൻ നടത്തുന്നുണ്ട്. ജയിക്കണ ആക്ക് ആൻസറൊക്കെ വർഷയിൽ പറഞ്ഞു കൊടുക്കുന്നത് പറയാൻ പറഞ്ഞ്. ജയിക്കണ ആക്ക് ഒരു ബർഗർ മീൽ. അങ്ങനെ അവള് ജയിച്ചു. ഇതിന് മുന്നേ അതും വർഷയുടെ ഒരു കൂട്ടുകാരെ ജയിച്ചത് സാന്ദ്ര. അപ്പൊ അങ്ങനെ അവക്ക് ബർഗർ മീൽ കിട്ടുന്നതിന് നമ്മൾ കൂട്ടു വന്നതാ. പക്ഷേ കൂട്ടു വന്നതാ. ഉച്ചയ്ക്ക് കയറ്റിയൊന്നും പോരാ. ഇനി ഒരു ബർഗർ മീലൂടെ കയറ്റിയാലേ വയറിനൊരു സമാധാനമുള്ളൂ. നന്ദു ഇപ്പോൾ വരാൻ പറയാം. വെള്ളായണിയിലും കണ്ട് പച്ചക്കറി എടുക്കാൻ പോയേക്കുന്നു. അപ്പോൾ അതുവരെ ഞങ്ങൾ ഇവിടെ ചില്ല് ചെയ്യാം. ഗൈസ്, ഇവിടെ ന്യൂയോർക്കിൽ വന്നിട്ട് ഇവിടുത്തെ മെനു ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പം വർഷ കണ്ടുപിടിച്ച് കുട്ടീസ് ഷേക്ക് എന്ന്. ഇതെന്തെന്ന് അപ്പം ഞാൻ പറഞ്ഞു കൊടുത്ത സുഹൃത്തുക്കളെ, നമ്മുടെ വ്ളോഗ് പണ്ട് മുതലേ കാണുന്നവർക്കറിയാം. കുട്ടിയായിട്ട് പണ്ട് കട തുടങ്ങുന്നതിന് വേണ്ടി നമ്മളിവിടെ വന്നപ്പോഴത്തേക്കും നാരായണൻ കുട്ടിയുടെ റെസിപ്പി അനുസരിച്ച് ഈ മെനുവിൽ ചേർത്ത ഷേക്കാണ് കുട്ടീസ് ഷേക്ക്. നന്ദു കുറച്ചു നേരം ആയി ഗൈസ്. അവൻ വെള്ളായണിന്ന് വരണം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ചാലയിൽ നിൽക്കണം. അവൻ എത്തിയാലേ നമുക്ക് ലക്കി വിന്നർ സാധനം കിട്ടുള്ളൂ എന്ന് തോന്നണം. അപ്പൊ ഒരു കുട്ടീസ് ഷേക്ക് അടിച്ച് നമ്മൾ ചില്ല് ചെയ്യാം ഗൈസ്. വർഷ നാരായണൻ കുട്ടിയുടെ അടുത്ത് ചോദിച്ച് കുട്ടിച്ചേട്ടൻ പറഞ്ഞു എന്തേലും പറ്റിയാൽ ഞാൻ ഫുൾ റെസ്പോൺസിബിലിറ്റി ധൈര്യമായിട്ട് കഴിച്ചോളാം. ഓക്കെ, അപ്പൊ കുട്ടി ഷേക്ക് ഒന്ന് പോരട്ടെ. അങ്ങനെ കുട്ടി ഷേക്ക് പതഞ്ഞു പൊങ്ങി ഇവിടെ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഷേക്ക് അല്ലേ അന്ന് കുടിച്ച അത് ടേസ്റ്റ്. പഴം നല്ല പഴുത്തിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ. അപ്പൊ ഇതാണ് കുട്ടീസ് ഷേക്ക്. ആരെങ്കിലും NYC വരണേ കുട്ടീസ് ഷേക്ക് ഓർഡർ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക. പക്ഷേ നിങ്ങൾ ഇവിടുത്തെ ന്യൂയോർക്ക് ചിക്കൻ ഫ്രൈ
ട്രൈ ചെയ്തില്ലെങ്കിൽ അത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മിസ്സിംഗ് ആണ്. ഇവിടുത്തെ ഭയങ്കര ടേസ്റ്റാണ് ചിക്കൻ ഫ്രൈ. ഫ്രഷ് ആയിട്ട് ഇവിടെ വന്ന് കഴിക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റിയാണ്. മുതലാളി എത്തിയിരിക്കുന്ന സുഹൃത്തുക്കളെ, എടാ ഒരു ലക്കി വിന്നർ ഇവിടെ, ഒരു ലക്കി പ്രൈസും കാത്ത് എത്ര നേരമായിട്ട് ഇരിക്കണമെന്ന് അറിയാമോ? ഡേ നീ ശരിക്കും വർഷം കൈക്കൂലി വാങ്ങിച്ചിട്ടാണ് അവരെ വിന്നർ ആക്കിയത്. അങ്ങനെ നമ്മൾ ചെയ്യും. അയ്യോ, ഇനി ലക്കി വിന്നറുടെ ഐറ്റങ്ങളൊക്കെ വരട്ടെ. ലക്കി വിന്നറിന്റെ ഐറ്റംസ് ഒക്കെ എത്തി. വിന്നറെ എങ്ങനെയുണ്ട് ബർഗർ? എങ്ങനെയുണ്ട്? രണ്ടെണ്ണം കൂടെ ഓടി നടന്ന് തിന്നിട്ടേ വീട്ടിൽ പോയിട്ട് ഭയങ്കര എക്സസൈസ് ആണ്. ചെടിച്ചട്ടി എടുക്കും, തിന്നാക്കെ പോകണ്ടേ എവിടെയെങ്കിലും. എടാ പാറൂന് എങ്ങനെയുണ്ട് ഇപ്പൊ? ഹാപ്പി ആയിട്ടിരിക്കാനോ വെച്ച്? എടാ 3 മാസം അവളുടെ വീട്ടിൽ ഇരിക്കണോ? ഞാൻ എന്റെ സമ്മർദ്ദം കാരണം 6 മാസത്തിലേക്ക് ആക്കിക്കൊണ്ടിരിക്കും. ആണോ? അപ്പം ആ സമയത്ത് നീ കൂടെ നിൽക്കാൻ പാടില്ലേ? അങ്ങനെയൊന്നുമില്ല, ഞാൻ പോയി കാണും. കൂടെ നിൽക്കൂല, കോൺഫിഡൻസ് കൊടുക്കും, എന്നിട്ട് തിരിച്ചു വരും അല്ലേ? നിക്കാം. ആ, എന്തൊരു കുഴപ്പം? അവളാണെങ്കിൽ പൊതുവെ നമ്മുടെ നാട്ടു നടപ്പനുസരിച്ച് പ്രസവത്തിന് പോകുമ്പോൾ ഈ 7-ാം മാസം കഴിഞ്ഞ് അങ്ങ് കൊണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. ഓ, ഇവളാണെങ്കിൽ അങ്ങനെയല്ല. ഇവള് പ്രസവത്തിന് പോണ വരെയും വീട്ടിലായിരുന്നു. പ്രസവത്തിന് പോകാൻ അത്യാവശ്യം നമ്മുടെ വീടിന്റെ അടുത്ത് ആശുപത്രിയൊക്കെ നോക്കി. പക്ഷെ ഇവിടെ അതൊക്കെ പോവൂല. ഇവിടുത്തെ പക്ഷെ ഇതൊന്നും ഇമിറ്റേറ്റ് ചെയ്തായിരുന്നു. 8-ാം മാസം പാർവതിയെ കണ്ട് പഠിക്കരുതെന്ന്. 7-ാം മാസം കഴിഞ്ഞ് അപ്പൊ വന്ന് കുറ്റം. പോയി കഴിയുമ്പോഴത്തേക്ക് അത് വീട്ടുകാരും നല്ലതായിട്ട് നോക്കും. അതുകൊണ്ടാണ് ആടാ അങ്ങനെയല്ല, പെൺവീട്ടുകാരാണ് ചടങ്ങൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാ. ഇവർക്ക് ഇവരുടെ അമ്മമാരുടെ അടുത്തൊക്കെ നിൽക്കുമ്പോൾ കംഫോർട്ടബിൾ ആയിരുന്നു. ഓ, എന്നൊക്കെയാണ് ഇതിന്റെ വെപ്പ്. എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഈ ഏരിയയിലോട്ട് എത്തിയിട്ടില്ല. കാര്യങ്ങൾ പറഞ്ഞ് വെറുതെ എന്തിനാണ് കുഴപ്പിക്കണത്? ബർഗർ വിന്നർ ബർഗർ തിന്നട്ടെ, നമ്മളിവിടെ ചില്ലടിക്കാം. ഗൈസ്, നന്ദുവിന്റെ ഇവിടെ ചത്തുകൊണ്ടിരുന്ന ഒരു ചെടിയെ വർഷം നന്നാക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് നന്നാവോ വർഷം? ഇനി ഇത് കുരുട് പിടിച്ചു പോയല്ലോ. ഓഹോ, ചെടിയും വെക്കോലും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇറങ്ങട്ടെ ഗൈസ്. പരിപാടികളെല്ലാം കഴിഞ്ഞ് അഗ്രംഗം കൊണ്ട് വീട്ടിലാക്കി, നന്ദുവിനെ കൊണ്ട് ഷോപ്പിലാക്കിയിട്ട് ഞങ്ങൾ തിരിച്ചു വന്ന് ഡ്രസ്സൊക്കെ മാറി കിടക്കാൻ പോയാണ് ഗൈസ്. നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. മച്ചാൻ്റെ പോഡ്കാസ്റ്റ് ഭയങ്കര രസമായിരുന്നു. ഞാൻ കുറേ നാളായിട്ട് എന്ന് പറഞ്ഞാൽ കാലങ്ങളായിട്ട് നമ്മൾ ഒരു ഇൻ്റർവ്യൂയോ പോഡ്കാസ്റ്റോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല പുറത്ത്. അപ്പോൾ മച്ചാൻ വിളിച്ചപ്പോഴത്തേക്കും പോയി. അപ്പോൾ അത് നല്ലതായിരുന്നു, രസമായിരുന്നു, ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു, ഫണ്ണായിരുന്നു. അപ്പോൾ അതെന്തായാലും വെള്ളിയാഴ്ച ഇറങ്ങും, അവിടെ ഇരിക്കട്ടെ ഗൈസ്. നമ്മൾ കുറച്ച് നാളായി ഒരു Q&A ചെയ്തിട്ട്, അപ്പോൾ ഞാനൊരു Q&A പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാം. ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാനായി കാത്തിരിക്കുന്ന എന്തെങ്കിലും ചോദ്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഷൂട്ട്. നമുക്ക് അതിനകത്തു നിന്നും ചോദ്യങ്ങൾ സെലക്ട് ചെയ്യാം, കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നിന്നും ചോദ്യങ്ങൾ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഒരു Q&A ഞാൻ ഉടനെ തന്നെ സെറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എൻഡ് ചെയ്യുന്നു ഗൈസ്. ബൈ ബൈ, നാളെ കാണാം. ടാറ്റാ.